മരിച്ചു കഴിഞ്ഞാൽ വെറും ഡെഡ് ബോഡി മാത്രമാണ്. അതിനു മുമ്പ് നമുക്കൊക്കെ പേരുമൊക്കെ ഉണ്ട്. ഇതെടുക്കാൻ വരുന്ന പോലീസുകാർ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടേഴ്സ്, മോർച്ചറിയിലെ മറ്റുള്ള ജോലിക്കാർ, ഇവരെല്ലാം നമ്മളെ പോലെ തന്നെ മനുഷ്യരാണ്. അവർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? എൻ്റെ കൂട്ട് തന്നെയാണ് മറ്റുള്ളവരും അവിടെ നിന്ന് ജോലി ചെയ്യുന്നത്. ഞാനും ഇത് ജോലി ചെയ്തേ പറ്റൂ. ഈ സ്മെല്ല് ആദ്യം ഒരു ഇച്ചിരി ഇത് കാണുമെന്നേ ഉള്ളൂ, പിന്നീട് ആ സ്മെല്ലിൻ്റെ ഒക്കെ പ്രശ്നങ്ങളും മാറും, ഒരു പ്രോബ്ലവും ഇല്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഫോട്ടോഗ്രാഫി എനിക്ക് 3 ജോലിയോടായിരുന്നു താല്പര്യം. ഒന്ന് ഫോട്ടോഗ്രാഫി, രണ്ടാമത് ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവർ, അല്ലെങ്കിൽ ഒരു പൈലറ്റ് ആകണം. ഈ 3 എണ്ണമായിരുന്നു. ആംബുലൻസിൻ്റെ ഡ്രൈവർ ആണോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിങ്ങനെ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്ക് എല്ലാവരും മാറി തരുമല്ലോ, നമുക്ക് സ്പീഡിൽ പോകാം, അതേ ഉള്ളായിരുന്നു ചിന്ത. അപ്പോൾ അങ്ങനെ, പക്ഷെ ഞാൻ ഒരു നൂറിനാട്ട് ഒരു സാധാ ഗ്രാമത്തിലാണ്, പണയിൽ എന്ന് പറയും, ആ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാനുള്ള ആ ഒരു സാഹചര്യങ്ങളൊന്നും അല്ല. അവിടെ എന്ന് പറയുന്നത് പെൺകുട്ടികളെ പഠിപ്പിക്കുക, അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു വിടുക, ഫാമിലിക്കാണ് അവിടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു പൈലറ്റ് ആകണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണോ, അതൊന്നും സാധാ കുടുംബം ആ വീട്ടിലൊന്നും അതൊന്നും ചിന്തിക്കാൻ കൂടി പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഡിഗ്രിക്ക് കായംകുളം MSN കോളേജിലാണ്. അപ്പോൾ എന്നെ ഡിഗ്രി BCom കോർപ്പറേഷൻ എടുപ്പിച്ചിരിക്കുന്നത്. എങ്ങനെങ്കിലും BCom കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തിൽ സെക്രട്ടറി പോസ്റ്റ് കയറ്റുക എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു ചിന്താഗതി. എന്നിട്ട് കല്യാണം കഴിച്ചു വിടുക എന്നുള്ളത് ായിരുന്നു. അപ്പം BCom കോർപ്പറേഷൻ എടുത്തു. അങ്ങനെ കായംകുളം MSN കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റി പോളിടെക്നിക് സ്കീം വഴി കായംകുളം വിമൻസ് പോളിയിൽ ഒരു ഫോട്ടോഗ്രാഫി കോഴ്സ്, ഫോട്ടോഗ്രാഫി അല്ല, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, അതിലൊരെണ്ണം ഫോട്ടോഗ്രാഫി, അതിനകത്ത് തയ്യലും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് കാർഡാണ് വരുന്നത് ഇൻ്റർവ്യൂവിന് കാർഡ് എൻ്റെ കയ്യിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ വീട്ടിലറിഞ്ഞില്ല. ഞാൻ നേരെ ഇൻ്റർവ്യൂവിന് ആ പറഞ്ഞ ഡേറ്റിന് അവിടെ ചെന്നപ്പം 2 ക്യൂ നിൽപ്പുണ്ട്. തയ്യലിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, ഫോട്ടോഗ്രാഫിയുടെ ഇൻ്റർവ്യൂവിലെല്ലാം ആൺകുട്ടികളാണ് നിൽക്കുന്നത്, തയ്യലിൻ്റെ എല്ലാം പെൺകുട്ടികളാണ്. അപ്പം ഞാൻ ചോദിച്ചു ഫോട്ടോഗ്രാഫിയുടെ ഏതാണെന്നൊരു പയ്യനോട് ചോദിച്ചാൽ ഇതാന്ന് പറഞ്ഞു. ഞാൻ ആ ക്യൂവിൽ കയറി നിന്നു. അപ്പോൾ അവിടുത്തെ ഒരു പിയൂണ്, ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, കൊച്ചേ ഇതല്ല ഇയാടെ ക്യൂ, അപ്പുറത്തതാ ക്യൂ. ഞാൻ പറഞ്ഞു ആ ശരി ചേട്ടാ. അപ്പോൾ എന്നോട് എന്തോ പറഞ്ഞിട്ട് എന്തോ പുള്ളി അങ്ങ് മൈൻഡ് ചെയ്യാതെ പിന്നെ അങ്ങ് പോയി, നടക്കത്തില്ലെന്നറിയായിരിക്കും. അതിനകത്ത് കയറി ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ അവിടെ 3-4 ജെൻസാണ് ഇരിക്കുന്നത്, അവിടുത്തെ പ്രിൻസിപ്പളും ഒക്കെ ഇരിക്കുന്നത്. എന്നോട് ചോദിച്ചു, നിങ്ങളെ കൊണ്ട് നടക്കുമോ ഇത്? അപ്പോൾ എനിക്ക് ടെക്നിക്കൽ വേർഡ്സ് ഒന്നും അറിയില്ല, അതുവരെ ഞാനൊരു ക്യാമറ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു സാറേ, ലൈറ്റും ക്യാമറ ടെക്നിക്സും എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആരെടുത്താലും പടം പതിയുമെന്ന് പറഞ്ഞു. അതോടുകൂടി അവരെനിക്ക് അവിടെ അഡ്മിഷൻ തന്നു. അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ സെൻറ്റർ വള്ളിക്കാവ് സുരേന്ദ്ര സ്റ്റുഡിയോയാണ്. അവിടത്തേക്കാണ് സെൻറ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല ദൂരമുണ്ട്, വള്ളിക്കാവിന് നല്ല ദൂരമുണ്ട്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, കോളേജിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങും, നേരെ കായംകുളം വരും. കായംകുളത്തു നിന്ന് അടുത്ത ബസ്സിന് കയറി ഓച്ചറയിൽ നിന്ന് വള്ളിക്കാവിൽ ചെല്ലും. ആദ്യമൊക്കെ സാറ് കരുതി അപ്പോൾ 18 ആൺകുട്ടികളും ഞാനൊരൊറ്റ ലേഡിയേ ഉള്ളൂ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം സാറ് കരുതി വെറും ഇതായിട്ട് വരുമായിരിക്കും, ആദ്യത്തെ ഒരു ഇതൊക്കെ കാണുകയുള്ളൂ എന്നാണ് സാറും കരുതിയത്. പക്ഷേ ലാസ്റ്റ് വരെ ഞാനായിരുന്നു നല്ല സ്റ്റേണായിട്ട് നിന്നത്. വീട്ടുകാരറിയണമല്ലോ. അപ്പം ഞാൻ നേരെ വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഒരു സംഭവം ഉണ്ട്. എന്നോട് ചോദിച്ചാൽ എന്തോ കാര്യം? ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഞാൻ ഫോട്ടോഗ്രാഫി കോഴ്സ് പഠിച്ചായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, ഫോട്ടോഗ്രാഫി കോഴ്സോ? നീ എങ്ങനെ പഠിച്ചു, എവിടെ നിന്ന് പഠിച്ചു എന്നൊക്കെ അങ്ങ് ചോദ്യമായി. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തോ ഇനി അടുത്ത കാര്യം എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ക്യാമറ കിട്ടിയാൽ കൊള്ളായിരുന്നെന്ന് പറഞ്ഞു. അന്നേരം ചോദിച്ചു അതിന് എത്ര രൂപയാകും? അപ്പോഴെനിക്കങ്ങ് ഇൻട്രസ്റ്റ് ആയി. ഞാൻ പറഞ്ഞു ഏറ്റവും കുറഞ്ഞതിന് 10,000 രൂപയാകും എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല. കല്യാണം കഴിച്ച് വിടാനായിട്ട് ഇവർ സ്വർണ്ണമൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അതിനകത്ത് നിന്ന് നേരെ 2 വള എടുത്ത് നേരെ കൊണ്ടുപോയി പണയം വെച്ച് വിവിറ്റാറിൻ്റെ ക്യാമറ കൊണ്ടു തന്നു. അന്നത്തെ കാലത്ത് തന്നെ 7,000 രൂപ, ഏറ്റവും കുറഞ്ഞ അതാണ് വിവിറ്റാറിൻ്റെ ക്യാമറ. അപ്പോൾ ഈ ഒരു 100 പവനൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആ ഒരു സന്തോഷമായിരുന്നു ഈ ഒരു ക്യാമറ കിട്ടിയപ്പോൾ. അപ്പോൾ പിറ്റേന്ന് ഞാൻ ഇത് കാണിക്കാനായിട്ട് എൻ്റെ സാറിൻ്റെ അടുത്തേക്ക് പോവുക. അപ്പോൾ എന്നെ പഠിപ്പിച്ചപ്പം സാറ് ഞങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ചുറ്റും കാണുന്ന ഒരു കല്ലായാലും ഒരു ഇലയായാലും നമ്മൾ അതിനകത്തിൽ ഫോട്ടോഗ്രാഫി മൈൻഡോടുകൂടിയേ നോക്കാവൂ. കായംകുളം റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഉണ്ട്, അത് കഴിഞ്ഞപ്പോൾ അവിടെ സ്റ്റോപ്പാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു അമ്മ ആ ഓടയിൽ കിടക്കുകയാണ്. പകുതി ഭാഗം റോഡിലോട്ട്, പകുതി ഓടയിലോട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേക്ക് ബസ് അങ്ങ് കിട്ടു. അതിൻ്റെ അടുത്ത ജംഗ്ഷനിൽ ചെന്നിറങ്ങിയിട്ട് ഞാൻ തിരിച്ച് നടന്നു വന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഈ അമ്മ കിടക്കുന്ന ഫോട്ടോ എടുത്ത്
ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാരങ്ങ് കൂടി. ആ KP റോഡ് അങ്ങ് ബ്ലോക്കായി. എൻ്റെ കയ്യിൽ നിന്ന് ആ ഫിലിം റോള്, അന്ന് ഈ ക്രൈം പത്രമുണ്ട്, ക്രൈം, അവർ അന്നേരം തന്നെ ആ ഫിലിം റോൾ എൻ്റെ കയ്യിൽ നിന്ന് ഊരി വാങ്ങിച്ചു. പിറ്റേന്നത്തെ ക്രൈമിൽ വന്നു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഫോട്ടോ തന്നെ പത്രത്തിൽ വന്നു എന്ന് എനിക്ക് അഭിമാനിക്കാം കേട്ടോ. ഞാൻ എന്നിട്ട് അവിടെ ചെന്ന് എൻ്റെ സാറിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. സാറേ ഇന്ന പോലെ. അപ്പോൾ സാറ് പെട്ടെന്ന് ആണോ മോളേന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് എൻ്റെ കൈക്ക് കയറി ഷേഖാൻ്റെ ഒക്കെ തന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ ഏറ്റവും നല്ല കാര്യമായിരുന്നു നീ ചെയ്തത്, നീ ഫോട്ടോഗ്രാഫർ ആവും. അതായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ ഒരു അപ്രീസിയേഷൻ. അങ്ങനെയായിരുന്നു ഇതിനകത്തിലോട്ട് ഫസ്റ്റ് എൻട്രി വന്നത്. ഇൻക്വസ്റ്റ് തുടങ്ങിയത് അവിചാരിതമായിട്ടാണ് കേട്ടോ. എൻ്റെ വീടിനടുത്തുള്ളൊരു പയ്യൻ ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പം അന്ന് 3 ബോഡിയുടെ ഇൻക്വസ്റ്റ് ഉണ്ട്. എൻ്റെ കൂടെ വന്ന പോലീസുകാരൻ ചോദിച്ചു, നിങ്ങളുടെ അടുത്തെങ്ങും ജെൻസ് ആരുമില്ലേ, പുരുഷന്മാരാരുമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ സാറേ, അത് ഇയാളെ കൊണ്ട് ഈ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത്, എന്താ സാറേ എനിക്ക് പറ്റും, ഞാൻ എടുത്തോളാം. ഞാൻ അന്നേരം ആലോചിച്ചത്, ഞാനിവിടെ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കവിടെ ഒരു നെഗറ്റീവ് മാർക്ക് വീണ്, പിന്നെ ആ വന്നിരിക്കുന്ന അത്ര ആൾക്കാരുടെ മനസ്സിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള മാർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും വിളിക്കില്ല. ഇതും ഫോട്ടോഗ്രാഫിയാണ്, എൻ്റെ ജോലിയാണ്. നമ്മൾ ഏതൊരു ജോലിക്ക് ചെന്നാലും അത് പൂർത്തിയാക്കി തിരിച്ചു വരിക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്തായാലും എന്നെ കൊണ്ട് തന്നെ ആ ഫോട്ടോ മൊത്തം എടുപ്പിച്ചു. ഈ ബോഡി പിന്നെ ഇൻക്വസ്റ്റ് നടത്താതെ നമുക്ക് ആ പ്ലേസിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇത് പിന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻക്വസ്റ്റ് നടക്കണം, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ അവിടെ കാവലിരിക്കേണ്ടി വരും. മനസ്സിലായി? ഇൻക്വസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോഡി മോർച്ചറിയിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോകുന്ന അവസരങ്ങളിലൊക്കെ രാത്രിയിലൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ വീഡിയോയും ഫോട്ടോയും എടുത്തിരിക്കണം. നമ്മൾ ഇൻക്വസ്റ്റിന് ചെന്ന് കഴിഞ്ഞ് ചിലപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലായിരിക്കും ഇതൊരു കൊലപാതകമാണെന്ന് തെളിയുവാണെങ്കിൽ ഈ ഫോട്ടോഗ്രാഫർ എന്ത് പരിപാടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അത് മാറ്റി വെച്ചിട്ട് കോടതിയിൽ നിന്ന് വിളിക്കുമ്പോൾ ആ ഒരു ദിവസം പോയേ പറ്റൂ. ഇനി ചിലപ്പം വലിയൊരു കല്യാണവർക്കായിരിക്കാം, ലക്ഷങ്ങളുടെ കല്യാണവർക്കായിരിക്കും. സാർ എനിക്ക് കല്യാണവർക്കുണ്ട്, ഞാൻ വരത്തില്ല എന്നവിടെ പറയാൻ പറ്റുമോ? കോടതി നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ പോയേ പറ്റൂ. അപ്പോൾ റിസ്ക്കാണ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പിന്നെ കൊലപാതകമായിരിക്കും. ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനിടയിലായിരിക്കാം ഈ ഡോക്ടർ വിളിച്ചിട്ട് പറയുന്നത്, എനിക്ക് ഇന്ന ആളുടെ ഇന്ന ഫോട്ടോ ഒന്ന് അയച്ചതാ. ഓൺ ദ സ്പോട്ട് നമ്മൾ ആ ഫോട്ടോ അയച്ചു കൊടുത്തിരിക്കണം. ഒരിടത്ത് ഒരു ഹാങ്ങിങ് ആയിരുന്നു. അപ്പം പിന്നെ ഞാൻ അവിടെ ചെന്നു. ഒരു ചെറിയ റൂമിലാണ് പുള്ളി തൂങ്ങി നിൽക്കുന്നത്. അപ്പോൾ സാരിയിലായിരുന്നു. അപ്പോൾ ഈ തൂങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സാരി അങ്ങ് വലിഞ്ഞപ്പം പുള്ളി ഈ കട്ടിലേൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതേ കയറി നിന്ന ഈ ഹുക്ക് ഇട്ടത്. ഒരു കൊച്ചു കട്ടിൽ കിടക്കാനുള്ള സ്ഥലമേ അതിനകത്തിലുള്ളൂ. അപ്പോൾ ഈ പിന്നെ ലാസ്റ്റ് ഈ സ്റ്റൂൾ അങ്ങ് മറിഞ്ഞു പോയി കഴിഞ്ഞപ്പം പുള്ളി വന്ന് കട്ടിലേൽ മുട്ടുമടക്കിയിരിക്കുക, സാരി അങ്ങ് നീണ്ടുപോയി. അപ്പോൾ എന്നോട് പോലീസുകാരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഷൈജ ഈ കഴുത്തേലെ കെട്ടും ആ ഹുക്കുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൻ്റെ ഒരു ഫോട്ടോ എടുക്കും. ഞാൻ ചോദിച്ചു, സാറേ ഞാനിത് എവിടെ നിന്ന് എടുക്കാനായിട്ടുള്ളൊരു പ്ലേസ് ഇല്ലേ നമുക്ക് എടുക്കാൻ? അപ്പം പിന്നെ അന്നേരം പറഞ്ഞു, എന്ത് ചെയ്യാനോ, അതൊന്ന് കിട്ടണമല്ലോ. അവരുടെ വാതിലോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്കത് കിട്ടത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തണമെന്ന് പറഞ്ഞു. ഓക്കെ. ലാസ്റ്റ് ഞാനിപ്പം പിന്നെ ഇങ്ങനെ നമ്മളൊരു ചരിഞ്ഞ് നിൽക്കണം, അവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് വേണം എടുക്കാൻ. വ്യൂ ഫൈൻഡറിലൊന്നും നോക്കാനോ ഒന്നും പറ്റില്ല. അങ്ങ് നേരെ ഇങ്ങനെ പിടിക്കുക, ക്ലിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യുമല്ല എവിടെയാണെന്നറിയാവോ, ഈ ബോഡിയുടെ മുട്ടയെ താങ്ങിയാണ് നിൽക്കുന്നത്. എനിക്ക് ബാലൻസ് ചെയ്ത് നിൽക്കണം. ഒരു കാലെന്ന് പറയുന്ന ഒരു ഭിത്തിക്കാണ്, ഒരു കാലേ ഉള്ളു താഴെ. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ബോഡിയുടെ എൻ്റെ കൈ ഈ ബോഡിയെ പിടിച്ചോണ്ട്, ബോഡിയെ ചാരി നിന്നുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റൂ, അല്ലാതെ പറ്റില്ല. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എവിടാണ് നമുക്കിപ്പോൾ ചിലപ്പോൾ വെള്ളത്തിലായിരിക്കും, അപ്പോൾ വള്ളത്തെ പോയി എടുക്കേണ്ടി വരും. ചിലത് 10-15 ദിവസമായ ബോഡി ആയിരിക്കും. ആർക്ക് വേണമെങ്കിലും ഈ ഫീൽഡിൽ വരാം, യാതൊരു കുഴപ്പവും ഇല്ല. ആർക്ക് വേണമെങ്കിലും ഈ ഫീൽഡിൽ വരാം. അതിനിപ്പം പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ല. 22 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ്, അത് ഞാൻ ഈ ഒരു ഫോട്ടോഗ്രാഫർ ഈ ഒരു ലെവലിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പം നിൽക്കാൻ ആ ഒരു സ്റ്റേജ് വരെ എത്തിയ എഫേർട്ട്, ഞാൻ അതിന് ഒരു വിലയിടണം. ഒരിക്കൽ എന്നോട് പിന്നെ സാറ് പറഞ്ഞു, ഷൈജി ആ പിന്നെ മുഖത്തെ ദണ്ട് ആ പാടൊന്ന് മാന്തി നോക്കിക്കേ ഒരു ബോഡിയുടെ, അത് മുറിവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതങ്ങ് പോകും നഖം വെച്ച്, അല്ല മാർക്കാണെങ്കിൽ അവിടെ ഇരിക്കും. അപ്പം നമ്മളിന്ന് അത് മാന്തി നോക്കുക, അത്
അപ്പൊ എന്താ പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. എന്നിട്ട് സാനിറ്റൈസർ ഇട്ട് നമ്മൾ നേരെ അടുത്തതിലോട്ട് പോകും. അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഇപ്പൊ കയറി വരുന്ന കുട്ടികളോട് പറയാൻ ഏറ്റവും നല്ല ഫീൽഡാ, ഒരു കുഴപ്പവും ഇല്ല, ഏറ്റവും നല്ല ഫീൽഡാണ്. നമ്മുടെ മനസ്സിന് ധൈര്യം ഉണ്ടായാൽ മാത്രം മതി.